ഗുഡ് മോർണിംഗ് ഓൾ. ഇപ്പോൾ നമ്മുടെ കമ്പനിയുടെ പുതിയ ഒരു ഇൻഫർമേഷൻ പ്രകാരം നമ്മുടെ പാൻ കാർഡ് ആധാർ കാർഡ് ലിങ്ക് ചെയ്തതിൻ്റെ സ്റ്റാറ്റസ് എന്ത് ചെയ്യണം? 40ാമത്തെ മെനുവിൽ എന്ന് പറയുന്ന സബ് ടാഗിൽ വെച്ചിട്ട് എന്ത് ചെയ്യണം? നമ്മൾ സബ്മിറ്റ് ചെയ്യണം. അപ്പോൾ ഈ പോർട്ടലിൻ്റെ ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ പോർട്ടലിൻ്റെ ലിങ്ക് നിങ്ങളുടെ അടുത്തുണ്ടാവും. ഈ കാണുന്ന ലിങ്കിലേക്ക് എന്ത് ചെയ്യുക? ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ലിങ്ക് ഇങ്ങനെ ഓപ്പൺ ആവും. ലിങ്ക് ഓപ്പൺ ആയി കഴിഞ്ഞാൽ ഏത് ഐ ഡി ആണോ ആ ഐ ഡിയുടെ പാൻ കാർഡ് നമ്പർ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അതിന് തൊട്ട് താഴെ ആധാർ കാർഡ് നമ്പർ ടൈപ്പ് ചെയ്യുക. ഈ രണ്ടും കൂടി ടൈപ്പ് ചെയ്തതിന് ശേഷം അതിന് തൊട്ട് താഴെ നിങ്ങൾക്ക് കാണാൻ പറ്റും വ്യൂ ആധാർ ലിങ്ക് സ്റ്റാറ്റസ്. അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു പോപ്പപ്പ് വരും. യുവർ പാൻ കാർഡ് ഈസ് ഓൾറെഡി ലിങ്ക്ഡ് ടു ഗിവൺ ആധാർ നമ്പർ. അത് രണ്ടിൻ്റെയും ലാസ്റ്റ് നമ്പറൊക്കെ അതിൽ കാണാൻ പറ്റും. ഇതിനെന്ത് ചെയ്യുക? ഒരു സ്ക്രീൻഷോട്ട് എടുത്ത് വെക്കുക. ആ ഒരു സ്ക്രീൻഷോട്ട് എടുത്തതിന് ശേഷം നമ്മൾ നോർമലി നമ്മുടെ ഐ ഡി ഓപ്പൺ ചെയ്യുക. ഗൂഗിൾ ക്രോം പോവുക. നമ്മളെന്ത് ചെയ്യുക? ഡിസ്ട്രിബ്യൂട്ടർ ലോഗിൻ ഐ ഡി ഓപ്പൺ ചെയ്യുമ്പോൾ ഇവിടെ നിന്ന് എന്ത് ചെയ്യുക? ഐ ഡി സെലക്ട് ചെയ്യുക. ഐ ഡി സെലക്ട് ചെയ്തിട്ട് ഐ ഡി ഓപ്പൺ ആയി കഴിഞ്ഞാൽ അതിൻ്റെ മെനുവിൽ ക്ലിക്ക് ചെയ്തിട്ട് ലാസ്റ്റ് 40 മെനു അതിൻ്റെ റീ സബ്മിറ്റ് യുവർ KYC അതിൽ ക്ലിക്ക് ചെയ്യുക. ഇങ്ങനെ ഒരു സ്ക്രീൻ വരും. ഈ സ്ക്രീനിൽ ഓൾറെഡി ഐ ഡി നമ്പർ കാണിക്കും. ഇവിടെ എന്ത് ചെയ്യുക വെച്ചാൽ പാൻ കാർഡ് നമ്മൾ നേരത്തെ ടൈപ്പ് ചെയ്ത സെയിം പാൻ കാർഡ് എന്ത് ചെയ്യുക? അവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. പിന്നീട് അവിടെ ആധാർ കാർഡ് നമ്പർ ടൈപ്പ് ചെയ്യുക. അത് രണ്ടും ടൈപ്പ് ചെയ്തതിന് ശേഷം ഇവിടെ ഒരു സെലക്ട് ഓപ്ഷൻ ഉണ്ട്. അവിടെ പറയുന്നത് പാൻ കാർഡ് ആധാർ കാർഡ് ലിങ്ക്ഡ് ആണെങ്കിൽ അത് സെലക്ട് ചെയ്യുക. നോട്ട് ലിങ്ക്ഡ് ആണെങ്കിൽ നിങ്ങൾ ലിങ്ക് ചെയ്തതിന് ശേഷം ചെയ്യുക എന്നുള്ളതാണ്. ലിങ്ക് ചെയ്യാത്തവർക്ക് ഇനി അങ്ങോട്ടൊരു ഓപ്ഷൻ ഇല്ല. തൊട്ട് താഴെ ചൂസ് ഫയൽ എന്ന് കാണാം. ഈ ചൂസ് ഫയൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നേരത്തെ നമ്മൾ സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ച ഫയൽ എന്ത് ചെയ്യുക? അവിടെ സെലക്ട് ചെയ്ത് കൊടുക്കണം. അവിടെ സെലക്ട് ചെയ്ത് കൊടുക്കണമെങ്കിൽ നിങ്ങൾക്ക് ഫോണിലൂടെ ആകുമ്പോൾ ഇങ്ങനെ ഫയൽ സെലക്ട് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ടാവും. ഈ ഓപ്ഷനിൽ ഇപ്പം നേരത്തെ നമ്മൾ സ്ക്രീൻഷോട്ട് എടുത്ത ഫയലായത് എന്ത് ചെയ്യുക? അത് അവിടെ സെലക്ട് ചെയ്തിട്ട് കൊടുക്കുക. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അത് സെലക്ട് ആവും. ഇവിടെ കാണും. പിന്നീട് അത് സേവ് കൊടുത്തു കഴിഞ്ഞാൽ സബ്മിറ്റഡ് എന്ന് പറയുന്നൊരു മെസ്സേജ് വരും. ഇനി ഇതിൻ്റെ താഴെ കാണുന്ന ലിങ്ക് ആർക്കെങ്കിലും ആ ലിങ്ക് വാട്സപ്പ് കിട്ടിയില്ലെങ്കിൽ നിങ്ങൾക്ക് ഈ 40ാമത്തെ മെനുവിൻ്റെ ഈ ബ്ലൂ കളറിൽ ക്ലിക്ക് ഹിയർ ടു ചെക്ക് യുവർ പാൻ കാർഡ് ആധാർ കാർഡ് എന്ന് പറയുന്ന ആ ഒരു ലിങ്ക് അവിടെ ഉണ്ട്. ആദ്യം ലിങ്ക് വാട്സപ്പിലുള്ള ലിങ്ക് ഓപ്പൺ ചെയ്തുകൊണ്ട് എന്ത് ചെയ്യുക? സ്ക്രീൻഷോട്ട് എടുത്തതിന് ശേഷം ഫില്ല് ചെയ്താൽ മതി. ഇല്ലെങ്കിൽ 2 പ്രാവശ്യം നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും? 40ാമത്തെ മെനു ഓപ്പൺ ചെയ്യേണ്ടി വരും. ഇവിടുന്ന് വീണ്ടും ലിങ്ക് എടുത്തു കഴിഞ്ഞാൽ വീണ്ടും എക്സിറ്റ് ആവും. ക്ലിയർ? എല്ലാവർക്കും മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. വളരെ സിമ്പിളാണ്. നിങ്ങളുടെ ഓരോ ഡിസ്ട്രിബ്യൂട്ടറുടെയും ആധാർ കാർഡും പാൻ കാർഡും ലിങ്കാന്ന് വെരിഫൈ ചെയ്ത് നിങ്ങൾ അടിച്ച എല്ലാ ഐ ഡിയുടെയും ആധാർ കാർഡ് പാൻ കാർഡ് റീസബ്മിറ്റ് ചെയ്തേ പറ്റൂ. ഇല്ലെങ്കിൽ അതെന്ത് ചെയ്യും? ക്യാൻസൽ ആവാനുള്ള സാധ്യതയുണ്ട്. ക്യാൻസൽ ആയി കഴിഞ്ഞാൽ അവരുടെ പവറൊക്കെ നഷ്ടപ്പെടും. ഓക്കെ, താങ്ക് യു.